എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രധാനപ്പെട്ട ചില കോമഡി വിശേഷങ്ങൾ പറയാനാണ്. എൻ്റെ സംസ്കാരം ആരുടെയും പേരെടുത്തു പറയാനോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടത്താനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈയിടയ്ക്ക് ഇത് പ്രധാനം വിഷയം, ഈയിടയ്ക്ക് പുതിയതായി ഒരു മലയാളം ചാനൽ രൂപം കൊണ്ടു. അതിലേക്ക് മറ്റു നിലവിലുള്ള ചാനലുകളിൽ നിന്നും പലരും ആ ചാനലിൽ ജോയിൻ ചെയ്തു. അത് അവർ സേവനം ചെയ്ത ചാനലിനേക്കാളും കുറച്ച് മികച്ച പൊസിഷനും സാമ്പത്തികവും ഒക്കെ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. അത് ചില സോഷ്യൽ മീഡിയ ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ഈ പോയവരെക്കുറിച്ച് വളരെ നീചമായ ഭാഷകൾ ഉപയോഗിച്ച് അവർ പോയി തകർന്നു തിരിച്ചു വരുന്നു, എന്തൊക്കെയോ ഗോസിപ്പുകൾ നടത്തുകയാണ്. നമ്മളെല്ലാം ചോറ് തിന്നുന്നവരാണ്, സാമാന്യം ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുമെന്നുള്ള പ്രോമിസ് കേട്ടുകൊണ്ടായിരിക്കാം അവർ ആ സ്ഥാപനം വിട്ടു പോകുന്നത്. ആ വിട്ടുപോകലിൽ ഒരു ദുരൂഹതയുമില്ല. ഏതൊരു വ്യക്തിക്കും അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും അവരുടെ വളർച്ചയാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അവർ മാറിക്കൊണ്ടേയിരിക്കും. അത് ഒരു സാധാരണ സംഭവമാണ്, അത് പുതിയതായി സംഭവിച്ചതല്ല. എന്നാൽ ചിലവർക്ക് ഇങ്ങനെയുള്ള ചിലവരുടെ ആ ഒരു പോക്കിലും അവർക്ക് ലഭിക്കുന്ന സംവിധാനത്തിനും അവരുടെ ഫെസിലിറ്റീസിലും നല്ല രീതിയിൽ അസൂയ ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഇവരെല്ലാം ഒരേ സാഹചര്യത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ആരെങ്കിലും പോയി ഇപ്പോൾ അവർക്ക് പ്രോമിസ് ചെയ്ത വേതനങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ള എൻക്വയറി എടുക്കേണ്ടത് മറ്റുള്ളവരുടെ ജോലിയല്ല. ഇനി ഒരു സ്ഥാപനത്തിൽ ആര് ജോയിൻ ചെയ്താലും ഈ സ്ഥാപനത്തിൽ പറയുന്ന എല്ലാ സംവിധാനങ്ങൾ ആ സമയം തന്നെ പ്രായോഗികമാക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് 1-2 മാസം അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകണം, അവർ തമ്മിലൊരു നല്ലൊരു ബിൽട്ടപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അങ്ങനെ ഒത്തിരി വസ്തുതകളുണ്ട്. അത് ഒരു സ്ഥാപനം തുടങ്ങുന്നവർക്കും അത് നടത്തിക്കുന്നവർക്കും മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയൂ. ഇവിടെ വാതോരാതെ എന്തെങ്കിലും പറയുക, കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി ആരെങ്കിലും മോശമായി ചിത്രീകരിക്കുക, ചിലരുടെ ഫോട്ടോകൾ ഫേഷ്യൽ ചെയ്ത് അത് സുന്ദരന്മാരും സുന്ദരികളാക്കിയും അത് വിരൂപമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ ഒരുമാതിരി തരം താഴ്ത്തി സംസാരിക്കുന്നത് ഒട്ടും നല്ലൊരു കാര്യമില്ല. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഒരു ചിലർ ഇവർക്ക് രാവിലെ ഉണർന്നാൽ ആരെങ്കിലും ഒന്ന് ചൊറിയണം, ആരോടെങ്കിലും അസൂയ സ്വയമേ തോന്നിപ്പിക്കാറുണ്ട്. കാരണം ഇവരെ അസൂയയിൽ ജനിക്കുന്നു, അസൂയയിലൂടെ വളരുന്നു, അസൂയയിലൂടെ മരിക്കുന്നു. ഇവർക്കൊരു ഡെവലപ്മെൻറ്റ്സും ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോണത് അവർ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക മൂല്യങ്ങളിൽ ഉപരി
മറ്റു പല മൂല്യങ്ങളും അവർക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഈ പോയവർ ആരും വന്ന് അവർക്ക് ഇത്ര രൂപ ഓഫർ ചെയ്തു, എനിക്ക് ഇത്ര കിട്ടുമെന്ന് ഇവരൊന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ല, ഒരു പബ്ലിക്കിനോടും പറഞ്ഞില്ല. അവർക്ക് എന്ത് ബെനിഫിറ്റും കിട്ടട്ടെ, അതിന് നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടത്. ഒരു ചാനൽ വന്നതുകൊണ്ട് ഇവിടെയുള്ള പ്രസൻറ്റ് ചാനൽ ഒരു പൊളിവും സംഭവിക്കില്ല. ഏത് ചാനലാണോ അവർ അതിൻ്റെ മാന്യത അനുസരിച്ച് നടത്തുന്നു, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ഉണ്ടാകും. എന്നാൽ ഈ ഒരു റീച്ച് ഉണ്ടാക്കുന്നതും ഒരു പ്രസക്തിയിലേക്ക് ഉയരുന്നതും ഒക്കെ അത്ര വേഗം നടക്കുന്നൊരു കാര്യമുള്ള ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചില സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ഗോസിപ്പ് നടത്തുന്നത് നിങ്ങൾ സ്വയം വിഡ്ഢികളാകാതിരിക്കുക. നിങ്ങളാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികളാകുന്നത്. ഞാൻ കണ്ട് ചിലരുടെ ഫോട്ടോസൊക്കെ വളരെ മോശമായ രീതിയിൽ കറുത്ത മുഖം, വെളുത്ത മുഖം ഇങ്ങനെയൊക്കെ മാറ്റി കംപ്ലീറ്റ് എഡിറ്റിങ്ങൊക്കെ ചെയ്ത് വിടുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും യോജിച്ചതല്ല. ഇത് നിർത്തിക്കളയുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ മുന്നിൽ ഈ ചാനൽ വിട്ടുപോയവരാരും നിങ്ങളുടെ മുന്നിൽ സഹായം കേട്ട് വന്നില്ല എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ അവരെ സഹായിക്കണം. എനിക്കിങ്ങനെ അബദ്ധമായിപ്പോയി, എന്നെവിടെത്തെങ്കിലും ഒന്ന് നല്ലൊരു പൊസിഷനിലാക്കി തരണം. ഇവരൊക്കെ ആരും ഒന്നും പറയുന്നില്ല. അവർക്ക് അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്. അത് ആൾറെഡി അവർ ക്രിയേറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ കോലാഹലങ്ങൾ പെടുത്താതെ ജോലി ചെയ്യട്ടെ, അവർ നന്നാകട്ടെ, അവർ നന്നാകണം. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നല്ലത് എന്തെങ്കിലും സംഭവിക്കണം, നല്ലത് ആയിരിക്കണം, അവർ പ്രസക്തകളായിട്ട് എന്ന് വേണം നാം ചിന്തിക്കേണ്ടത്. ആ ഒരു ചിന്താഗതിയിൽ കൂടി പോവുക. വെറും നമ്മുടെ ഈ സംസ്കാരത്തിനെ ഇല്ലാതാക്കി കളയരുത്. ഇവിടെ ചാനലുകൾ കൂടുതൽ ഉണ്ടാകണം, പ്രഗത്ഭരായ ആൾക്കാർ അതിലുണ്ടാകണം. എങ്കിലേ ആ ചാനലിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ കഴിവില്ലാത്തവരാരും ഒന്നും എടുക്കില്ല. അവരിൽ എന്തെങ്കിലും മൂല്യങ്ങളും കഴിവുകളും ഉള്ളത് കൊണ്ട് അവരെയൊക്കെ എടുക്കുന്നു. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഗോസിപ്പും ഈ കോക്കറിയാട്ടങ്ങൾ, ഈ വൃത്തികെട്ട നീചമായ പ്രസ്താവനകളും ഇറക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമറയും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്ന് പറയുന്ന മോശമാണ്, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. നിർത്തുക സുഹൃത്തുക്കളെ. ആർക്ക് എവിടെയും സ്വതന്ത്രമായി ജോലി ചെയ്യാം, എന്തും ചെയ്യാം. അവർക്കുണ്ടാകുന്ന നല്ലതും മോശമായ സാഹചര്യങ്ങളെല്ലാം അത് അവർ തരണം ചെയ്തോളൂ. നമ്മളതിനെപ്പറ്റി വിഷമിക്കേണ്ട. ഓക്കെ, ഞാൻ ഈ പോയവരോട് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങൾ അപ്സെറ്റ് ആകില്ല എന്നറിയാം. അങ്ങനെയുള്ള കൂട്ടരുമല്ല. നിങ്ങൾ വളർന്നു കാണണം. ഓരോ ഭാഗത്തു നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാവിധ മംഗളങ്ങളും തീർന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.